ചേച്ചി ഞാനേ ഒരു വേറെ സിനിമ കാണാൻ പോവേ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ചേച്ചിക്ക് പേടിയാണെങ്കിൽ അവിടെ ഇരുന്നോ, ഞാൻ കാണാൻ പോവേ. നീ പ്രേതപ്പടം ചിരിപ്പിക്കാതെ ഒന്ന് പോടാ. ചേച്ചി വരണമെങ്കിൽ വാ. മുമ്പ് എനിക്ക് പ്രാതപ്പടം കണ്ടുപോയി, അതൊക്കെ പണ്ട്. ഞാൻ വരാം, വാ. എവിടെ പോയി? ഏയ് അച്ചു, അച്ഛേ, 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 ഇതെന്തൊരു പോയി? ഞാൻ ഇവിടെ വന്നു ചേച്ചി. എന്താ അതിന്റെ ഇടയിലൊക്കെ കയറി കിടക്കുന്നത്? നിനക്കത് വയ്യേടാ. നീയല്ലേ പറഞ്ഞത് നേരത്തെ അവിടെ വെച്ച് നിനക്കെന്തിനാ പേടിയൊന്നും ഇല്ല, ഇതേണെങ്കി ബാ, ഇല്ലെങ്കിൽ പോ. ഇതെന്തിനാ നീ ഇതിന്റെ ഇടയിലൊക്കെ കയറി കിടക്കുന്നത്? ആയില്ലേടാ നിനക്ക്? അയ്യേ, പേടിയാ എനിക്കാ. അതൊരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഇടയിൽ കയറി കിടന്നേ ഉള്ളൂ. ചേച്ചിക്ക് അറിഞ്ഞൂടാ, 10 കോഞ്ചുറിയും 5 കാഞ്ചന വന്നാൽ പോലെ ഞാൻ കയ്യിൽ വലറിഞ്ഞു. അത്രയ്ക്ക് പവറാണ് എനിക്ക്. ഇവന് വയ്യെന്നാണ് തോന്നുന്നത്. എന്താടാ നീ? അയ്യേ, നാണം കെട്ടവൻ. ഇവനാണ് പെണ്ണ് കിട്ടാൻ പോണത്. അടുത്തോട് പൈരി തീർന്നാ ആയിക്കാലം പടം എന്തോ പേടിക്കണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ കണ്ട് ഇതൊരു പടോ. ഞാൻ കാലം വരെ കൊച്ചു ടി വി കണ്ട ആദ്യമായിരുന്നു. ദൈവമേ, പ്രേതമൊന്നും വരില്ലല്ലേ? ഇതൊക്കെ ചുമ്മയല്ലേ? കുഴപ്പമില്ല, ദൈവത്തെ പ്രാർത്ഥിച്ചു. പറ്റല്ലേ? നല്ലോണം അടിയില്ല. പണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ അമ്മ അടുത്തെങ്കിലും പോയി കിടക്കായിരുന്നു. ഇനിയിപ്പോൾ അതും പറ്റൂലല്ലേ. ഇപ്പം മൂത്രം ഒഴിക്കാനും മുട്ടണം. ഇതാണ് പ്രശ്നം. എണീറ്റ് കഴിഞ്ഞാൽ അപ്പം മൂത്രം ഒഴിക്കണം. അയ്യോ, ഇനിയിപ്പം മൂത്രം ഒഴിക്കുന്നില്ല, പിന്നീട് ആവട്ടെ. ഓക്കെ.
എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥന കാണില്ല. എന്നെ ഞാനെടാ ചത്താ ചെറുക്ക. എടാ ചെറുക്ക, ശ്വാസം തട്ടിപ്പോയാ എന്തോ. എടാ എടാ ഇത് ചേച്ചി, ചേച്ചി നോ പ്രേതം ചേച്ചി. എടിയടാ എടിയടാ ചേച്ചി. ഇതാണോ നീ പറഞ്ഞത് 10 കോഞ്ചുറിങ്ങി 5 കാഞ്ചനെ വന്നാ കല്ല് കണക്ക് നിൽക്കുന്നത്? കല്ല് കണക്ക് നിക്കണല്ല, കല്ല് കണക്ക് കിടക്കണേ. അയ്യേ, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ വന്ന് ചേച്ചിയെ കളിയാക്കൂ ചേച്ചി. അയ്യോ, എനിക്ക് പ്രാസിമ്പോ ഭയങ്കര പേടിയാണ് ചേച്ചി. അയ്യോ, ഇത്രയേ ഉള്ളു നീ. ഇനിയെങ്കിലും മര്യാദക്ക് ജാട എന്റെ അടുത്ത് ഒന്ന് കാണിക്കാതെ വല്ല നല്ല സിനിമയും കണ്ട് കിടന്ന നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇനി പല പണികളും വരും കേട്ടാ.